അന്നത്തെ കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയും അല്ലെങ്കിൽ പാടത്ത് പോയി കൗണ്ടി ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഇന്നസെൻറ്റ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചും ടൂർണമെൻറ്റ് കളിക്കാൻ പോയിട്ട് ആ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫോ ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ ഭയങ്കരമായിട്ട് ഇപ്പം പോലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഇപ്പം എല്ലാം വർക്ക് ഓറിയൻറ്റഡ് ആയി, എല്ലാം പ്രൊഫഷണലായി. ഈ പേഴ്സണൽ എന്ന് പറയുന്നത് ഫാമിലിയിൽ മാത്രം ഒതുങ്ങി. അത് ഗുഡ്, അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലിക്കൊക്കെ അത് തന്നെയാണ് നല്ലത്. പക്ഷേ അല്ലാത്ത സൗഹൃദങ്ങളൊക്കെ നമുക്ക് എപ്പോഴൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. കോളേജിൽ പഠിച്ച ആളുകളുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വല്ലപ്പോഴും ഒരു ഹായ് ബായ് എന്തുണ്ട് അല്ലെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു ലവ് സിമ്പിൾ എടുത്ത് തിരിച്ച് കളയുന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധങ്ങളും ഇപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളില്ല. ഇപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ ഈ സിനിമ ആയിട്ട് പോയി. അവർക്കൊക്കെ അത് കൗതുകമാണ്. അവനിപ്പം മോഹൻലാലുമായിട്ട് ആണ് സൗഹൃദം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കോണ്ടാക്റ്റ് അവൻ്റെ ഫോണിലുണ്ട്. അതൊക്കെയാണ് അവരുടെ എക്സൈറ്റ്മെൻറ്റ്. അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു ഈ പറയുന്ന നമ്മൾ ഒരുമിച്ച് കൗണ്ട് കളിക്കാൻ പോയതും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ അതെപ്പോഴും ലാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം എന്നെ പലപ്പോഴും അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വല്ല ടർഫൊക്കെ എടുത്തിട്ട് പണ്ടത്തെ പോലെയൊക്കെ ഒന്ന് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ. പക്ഷെ അതിന് ആർക്കും സമയം, എല്ലാവരും പ്രൊഫഷണൽ പരിപാടിക്ക് പിന്നാലെ പോയപ്പോൾ ആ സൗഹൃദങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അതാണ് എനിക്ക് ലാക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ. പക്ഷേ സിനിമകൾ മാറ്റി ചിന്തിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പം ഷാരൂഖ് ഖാൻ്റെ പഴയ സിനിമകളൊക്കെ കണ്ട സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതായിരിക്കണം ബോയ് ഫ്രണ്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പം അഴകിയ രാവണൻ കണ്ട സമയത്ത് ഇപ്പോൾ പ്രണയം പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല, നമ്മൾ എന്നാടിൽ അങ്ങനെ ചിന്തിപ്പിച്ച സിനിമകളുണ്ട്. അതുപോലെ വടക്കോട്ട് നോക്കി നിന്ന തരുൺമൂർത്തിയെ തെക്കോട്ട് ചിന്തിപ്പിച്ച സിനിമകളുണ്ടോ? ഏതെങ്കിലും കണ്ടിട്ട് ഒരു വലിയ മാറ്റം വരുത്തിയ സിനിമകൾ, ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളുണ്ടായിട്ടുണ്ടോ? എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ലൈഫിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ഭയങ്കര ഭീകരമാണ്. കാരണം ബ്ലസ്സി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ തന്മാത്രകളുടെ കാര്യമൊക്കെ പറഞ്ഞത്. എനിക്ക് സിനിമയ്ക്ക് ഞാൻ ഓഡീഷന് വേണ്ടി ഫോട്ടോ അയക്കാനുള്ളത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലൊന്ന് അഭിനയിക്കണമെന്നുള്ള കൊതി അന്നോട് തോന്നി. എനിക്ക് കാഴ്ച എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് വന്നതിന് ശേഷവും സിനിമ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് മറ്റേ മിന്നാമിനിങ്ങൾക്കിടയിൽ ജുഗനൂര എന്നുള്ള സോങ്, ആ വിഷ്വല്, അല്ലെങ്കിൽ ലാസ്റ്റ് മമ്മൂക്ക അവിടെ പോയിരുന്നിട്ടൊരു ഗുജറാത്തി പോലീസുകാരൻ്റെ അടുക്കൽ എന്തെങ്കിലും വിവരം കിട്ടിയില്ലെങ്കിൽ ഈ അഡ്രസ്സിലോട്ടോ ഈ നമ്പറിലോട്ടോ വിളിക്കണം എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുമ്പോൾ അയാൾ ആ ചുരുട്ടിക്കളയുന്നതിനേക്കാൾ പെയിൻ എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല ആ പ്രായത്തിൽ. അപ്പം അത് സിനിമ എന്നെ എന്നെങ്കിലും ഇങ്ങനത്തെയൊക്കെ സിനിമയുടെ ഭാഗമാകണം എന്ന് പറയുന്നൊരു ഭയങ്കരമായൊരു ഇമോഷണൽ ടോർച്ചറിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ട്രാഫിക്, ഈ പറയുന്ന പോലെ എക്കാലത്തെയും മലയാള സിനിമയുടെ ഒരു ചരിത്രം മാറ്റിയ സിനിമയാണ്. ട്രാഫിക് കാണുമ്പോൾ ഇങ്ങനെയും സിനിമ ചിന്തിക്കാൻ പറ്റുമോ, ഇങ്ങനെയും തിരക്കഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു വലിയ പാഠം അവിടെ തുറന്നു വന്നു. പിന്നെ ഒരു ടേണിംഗ് പോയിന്റ് വേണമെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി ഫ്രം നൈജീരിയ കണ്ടിട്ട് അതിൻ്റെ അവസാനം എൻ്റെ മനസ്സിന് എൻ്റെ കണ്ണ് നിറഞ്ഞു. പക്ഷേ അതിന് എന്നെ ആരും കുത്തി നോവിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ കഥാപാത്രങ്ങൾ കരഞ്ഞിട്ടോ ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണ് മനസ്സ്. അപ്പം സന്തോഷം കൊണ്ടും മനസ്സ് നിറച്ച് കണ്ണ് നിറയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഫീൽ എനിക്ക് ആ സിനിമ ആദ്യമായിട്ട് തന്നു. അപ്പം അങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ വേണമെങ്കിൽ ഈ 3 പടങ്ങൾ വേണമെങ്കിൽ പറയാം.